ഇപ്പൊ നമ്മുടെ ലോകത്തിന്റെ ആത്മീയ തറവാടാണ് പോട്ടാശ്രമം. ഈ പോട്ടാശ്രമം ഞങ്ങളുടെ ജീവിതത്തില് ഒത്തിരി ബന്ധങ്ങളുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഞാൻ ചെറുപ്പം തൊട്ട് പോട്ടാശ്രമത്തില് വെള്ളി ശനിയാഴ്ചകളിലൊക്കെ പോയിരുന്ന വ്യക്തിയാണ്. ഒരു ഒരു അത് തുടങ്ങിയതിന് ശേഷം പിന്നെ 95-ല് നമ്മൾ ധ്യാനം കൂടിയിരുന്നു. എനിക്കൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആക്സിഡന്റിന് ശേഷം ഞാൻ അവിടെ ധ്യാനം കൂടി. അതിനുശേഷം മിക്ക ശനി അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ സാധിക്കുന്ന വെള്ളിയാഴ്ചകൾ പോട്ടാശ്രമങ്ങളിൽ പോകും. അപ്പൊ ആ ഭാര്യേനെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യേനെയും കൊണ്ടുപോകും. കാരണം നമ്മൾക്ക് ഒത്തിരി അനുഭവങ്ങൾ പോട്ടാശ്രമം വഴി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തൊട്ടടുത്താണ് തന്നെ. ഇവിടെ നിന്ന് ഇപ്പൊ ഒരു 4-4.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോട്ടയിൽ എത്താം. അപ്പൊ ബൈക്കിന് പോകും. അപ്പൊ വൈഫിനെ കൊണ്ടുപോകും. പ്രഗ്നന്റ് ആണെങ്കിലും അവിടെ പോയി പ്രാർത്ഥിക്കും, വചനം കേൾക്കും. ഏകദിന, അതായത് ശനിയാഴ്ചകളിലാണെങ്കിൽ ഞങ്ങൾ കാലത്ത് പോയിട്ട് വൈകിട്ട് വരെ ഇരിക്കും. ധ്യാനം കൂടി ഒരു 1 ഡേ ധ്യാനം കൂടി പോരും. സെക്കൻഡ് സാറ്റർഡേയിൽ കുട്ടികളെയും കൊണ്ട് ബൈക്കിന് പോകും. എന്നിട്ട് അവരവിടെ കുട്ടികളുടെ ഒരു ധ്യാനം ഉണ്ട്. അതിലേക്ക് അവരെ ഇരുത്തി അവിടെ പാട്ടും ആരാധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് അവിടെ ഇരിക്കും. വലിയവര് വേറെ സെക്ടറിലേക്കും. അങ്ങനെ എല്ലാ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് വീട്ടിലേക്ക് വരും. അങ്ങനെ അതായത് നിന്നിട്ടുള്ള ധ്യാനങ്ങള് കുറവാണ് കൂടിയിട്ടുള്ളത്. ഇതേപോലെ 1 ഡേ ധ്യാനങ്ങളിൽ പോവും. അപ്പൊ ഒത്തിരി അനുഭവങ്ങള് അതിലൂടെ നമുക്ക് കിട്ടും. പോട്ടാശ്രമത്തിലൂടെ ഇപ്പൊ നമ്മളുടെ ഒക്കെ ഒരു വ്യത്യാസം, എന്റെ ജീവിത രീതിയൊക്കെ മാറാനുള്ള ഒരു കാരണം പോട്ടാശ്രമമൊക്കെയാണ്. കാരണം ഈ ധ്യാനങ്ങളും വചനങ്ങളൊക്കെ കേട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾക്കും അത് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ സാധിക്കുന്ന ദിവസങ്ങൾ കൊണ്ടുപോകും. പിന്നെ പെട്ടെന്ന് നമുക്കൊരു വിഷമം തോന്നി, ബുദ്ധിമുട്ട് തോന്നി, നമ്മൾ പോട്ടാശ്രമത്തിൽ ചെല്ലും. കൗൺസിലിംഗ് ഉണ്ട്, കുമ്പസാരുണ്ട്. ഒന്ന് പോയി കുമ്പസാരിക്കും. അപ്പൊ ഒന്ന് ഫ്രഷായി, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഫ്രഷായി, നമ്മളൊന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് നൊന്ത് നമ്മളൊന്ന് ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ ഒരു പ്രകാശം നമ്മുടെ മനസ്സിന് കിട്ടും. അപ്പൊ നമ്മള് ഒരു അനുഭവം കിട്ടും. നമ്മൾ തിരിച്ചു പോരും. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ഓടിയെത്തുന്നത് പോട്ടാശ്രമത്തിലായിരിക്കും.